പള്ളൂരുത്തി ബ്ലോക്ക് പഞ്ചായത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് 500 കിലോഗ്രാം നീട്ടുവലകൾ വിതരണം ചെയ്തു. ICAR സ്വിഫ്റ്റ് കൊച്ചിയുടെ നേതൃത്വത്തിൽ ഉത്തരവാദിത്വ മത്സ്യബന്ധനത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. ICAR സ്വിഫ്റ്റ് കൊച്ചിയുടെ നേതൃത്വത്തിലാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് 500 കിലോഗ്രാം നീട്ടുവലകൾ വിതരണം ചെയ്തത്. പള്ളൂരുത്തി ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് ICAR സ്വിഫ്റ്റ് കൊച്ചി ഡയറക്ടർ ഡോക്ടർ ജോർജ് നെയ്നാൻ ഉദ്ഘാടനം ചെയ്തു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, കടലിൽ പോകുന്നവർക്കറിയാം, മത്സ്യസമ്പത്ത് സൂക്ഷിച്ചിരുന്നു അല്ലെങ്കിൽ പഴയുള്ള മത്സ്യങ്ങൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങളാണ്. അല്ലെങ്കിൽ ഉള്ളത് തന്നെ അതിൻ്റെ ഷെയർ പങ്കുവെക്കാനായിട്ട് ആൾക്കാർ കൂടി വരിക. ഓരോ ദിവസവും കടലിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരുടെ എണ്ണം കൂടി. അതിനടിസ്ഥാനമാക്കി നമുക്ക് അതിന് പ്രത്യേകിച്ച് വരുമാനം കിട്ടുന്നില്ല, കിട്ടുന്ന മത്സ്യത്തിന് വില കിട്ടുന്നില്ല. പക്ഷേ കിട്ടിയാൽ തന്നെ അതിങ്ങനെ ശരിയായ വിപണനം ചെയ്യാൻ പറ്റും. ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് ബേബി തമ്പി അധ്യക്ഷയായി. ഇത്രയും പേർ തങ്ങളുടെ ഉപജീവന മാർഗം വിപുലപ്പെടുത്തുന്നതിന് സഹായകരമാകുന്ന രീതിയിലുള്ള ഉപകരണം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള നമുക്ക് സഹായമാകുന്ന ഉപകരണം നമുക്ക് തന്നുകൊണ്ട് നമ്മുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി സ്വിഫ്റ്റ് നമുക്ക് അവരുടെ പദ്ധതി പ്രകാരം നമുക്ക് തരുന്നതിനോട് തീർച്ചയായും വളരെയധികം സന്തോഷവും നന്ദിയും ഈ അവസരത്തിൽ സ്വിഫ്റ്റിനോടും അതിന്റെ അധികാരികളോടും രേഖപ്പെടുത്തുകയാണ്. പള്ളൂരുത്തി ബ്ലോക്ക് പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഉത്തരവാദിത്വ മത്സ്യബന്ധനത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ സയന്റിസ്റ്റുമാരായ ഡോക്ടർ സുരേഷ് എ, ഡോക്ടർ MP രമേശൻ, ഡോക്ടർ നികിത ഗോപാൽ എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. മത്സ്യശോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഉൾനാടൻ മേഖലയിൽ മാത്രമല്ല, കടലിലും ഇത് തന്നെയാണ് പ്രശ്നം. അതിന് പല പല പ്രശ്നങ്ങളാണ് പറയുന്നത്. ഒന്ന് പറയുന്നത് ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടു അല്ലെങ്കിൽ ആഗോള താപനം കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ മനുഷ്യരായ, അതായത് മത്സ്യം പിടിക്കുന്നത് ഇടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾക്ക് മത്സ്യസമ്പത്ത് കുറയാൻ വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് മത്സ്യമേഖലയിലുള്ള വിവിധ പ്രശ്നങ്ങളിൽ അവർക്ക് പറ്റുന്ന സഹായങ്ങൾ, പല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഇടപെടലാണ് സ്വിഫ്റ്റ് ഉദ്ദേശിക്കുന്നത്. ഈ പർട്ടിക്കുലർ സ്കീം SCSP എന്ന് പറയുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റ് സബ് പ്ലാൻ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി പനിക്കൽ, സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സന്ധ്യ KM, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാബു തോമസ്, മെറ്റിൽഡ മൈക്കിൾ, BDO C മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. വ്യക്തിഗത ആനുകൂല്യം നമ്മൾക്ക് ഏതൊക്കെ രീതിയിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഫണ്ട് കളക്ട് ചെയ്ത് നമുക്ക് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നതിന്റെയൊക്കെ അന്വേഷണത്തിലാണ് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട സ്വിഫ്റ്റിലെ ഉദ്യോഗസ്ഥർ സുരേഷ് സാറും അതുപോലെ തന്നെ മാർട്ടിൻ സാറ് അതുപോലെ തന്നെ സന്ധ്യ മേഡം ഇവരെയൊക്കെ പരിചയപ്പെടുവാനും ഞങ്ങൾ മുന്നോട്ട് പോകാൻ സാധിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.